കോട്ടയം ജില്ലയിൽ നിന്നും 5 കിലോമീറ്റർ മാറി കുമാരനല്ലൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കുമാരനല്ലൂർ ദേവീക്ഷേത്രം. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം. ചരിത്രപരമായ തെളിവുകൾ, പുരാണപരമായ തെളിവുകൾ എന്നിവ അനുസരിച്ച് ഈ ക്ഷേത്രത്തിന് 2400-ൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. കേരളത്തിൽ വളരെ ചുരുക്കമായി കാണപ്പെടുന്ന ശ്രീചക്ര രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ശ്രീകോവിലും നാലമ്പലവും ക്ഷേത്ര ചുവരുകളിലെ ചുമർ ചിത്രങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷതകളാണ്. ക്ഷേത്ര വാസ്തുവിദ്യയിൽ ഇത്തരത്തിലുള്ള വാസ്തുവിദ്യ വളരെ അപൂർവമായി മാത്രമേ കാണാനാകൂ. കുമാരനല്ലൂർ ദേവീ ക്ഷേത്രത്തിൽ കാർത്യായനി ദേവിയെയാണ് ആരാധിക്കുന്നത്. സരസ്വതി, ലക്ഷ്മി, പാർവതി, ദുർഗ, വനദുർഗ എന്നീ 5 വ്യത്യസ്ത രൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് മധുരമീനാക്ഷി ക്ഷേത്രത്തിന് തുല്യമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം കിഴക്കോട്ട് ആണ് അഭിമുഖീകരിക്കുന്നത്. നാലമ്പലത്തിൻ്റെയും ശ്രീകോവിലിൻ്റെയും സവിശേഷമായ ഘടനയാണ് ക്ഷേത്ര വാസ്തുവിദ്യയെ ശ്രദ്ധേയമാക്കുന്നത്. ഇവ രണ്ടും ശ്രീചക്ര ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുമാരനല്ലൂർ ക്ഷേത്രം അപൂർവമായ ചുവർ ചിത്രങ്ങൾക്കും പേരുകേട്ടതാണ്. ശ്രീകോവിലിൻ്റെ ചുറ്റും ചുവരുകൾ രാമായണം, മഹാഭാരതം, ഹിന്ദു ദേവീ ദേവതകൾ എന്നിവയിൽ നിന്നുള്ള മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഭദ്രദീപം, കടുംപായസം, മഞ്ഞളഭിഷേകം, പന്തീരായിരം അർച്ചന, ചുറ്റുവിളക്ക് എന്നിവയാണ്. പണ്ടുകാലത്ത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. എന്നാൽ പിന്നീട് പലവിധ കാരണങ്ങളാൽ ഇവിടെ ദേവീക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ കുമാരനല്ല ഊരിൽ എന്ന അർത്ഥത്തിൽ ഇവിടം കുമാരനല്ലൂർ എന്ന് അറിയപ്പെടുകയായിരുന്നു. മധുര മീനാക്ഷി സങ്കല്പത്തിലാണ് ഇവിടുത്തെ ദുർഗാപ്രതിഷ്ഠയുള്ളത്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ഇത് 10 ദിവസത്തെ ഉത്സവമായി കൊണ്ടാടുന്നു. ഇതിൻ്റെ 9ാം ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുകൂടാതെ കന്നിമാസത്തിലെ നവരാത്രി, മീനമാസത്തിലെ പൂരം, ദീപാവലി തുടങ്ങിയവയും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ഉപദേവതകളായി ഗണപതി, ശാസ്താവ്, ആലിംഗൽ ഭഗവതി, നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. ഇവിടുത്തെ ദർശന സമയം രാവിലെ 4 മണി മുതൽ 11:15 വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയുമാണ്. ഇനി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ട്രെയിൻ മാർഗം വരുന്നവർ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ നിന്നും നാഗമ്പടം സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് ബസ് എറണാകുളത്തേക്കുണ്ട്. അതിൽ കയറിയാൽ കുമാരനല്ലൂർ ജംഗ്ഷനിൽ ഇറങ്ങാം. കുമാരനല്ലൂർ ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം ഈ ക്ഷേത്രത്തിലേക്ക് എത്തുവാനായിട്ട്. കുമാരനല്ലൂർ ജംഗ്ഷനിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ധാരാളം ഓട്ടോറിക്ഷകൾ ലഭ്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.